പവിത്രൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിധി പോകാനിറങ്ങുന്നു. പവിത്രനോട് ഭാര്യ പറയുന്നു, നമ്മുടെ മോളെ രക്ഷിച്ചതൊരു മാഡമാണെന്ന്. ആരാണവർ, എന്താണവരുടെ പേരെന്നൊക്കെ പവിത്രൻ ചോദിക്കുന്നു. എന്നാൽ പവിത്രന്റെ ഭാര്യ പറയുന്നു, പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്നാൽ ഫോൺ നമ്പർ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പവിത്രന് കൊടുക്കുന്നു. പവിത്രൻ അത് വാങ്ങി നിധിയെ വിളിക്കുന്നു. പവിത്രന്റെ ഫോൺ കാണുമ്പോൾ നിധി ആലോചിക്കുന്നു, പവിത്രനാണല്ലോ, ഇയാൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നിധി ഫോൺ എടുക്കുന്നു. പവിത്രൻ പറയുന്നു, എൻ്റെ മകൾ പൊന്നുവിനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്കതിന് പ്രത്യുപകാരമായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് നിങ്ങളുടെ ചോരയാണ്. മായയുടെ കുഞ്ഞ് പൊന്നുവിൻ്റെ അച്ഛനാണ് നിധി അന്വേഷിച്ച് നടക്കുന്ന പവിത്രനെന്ന് നിധിക്ക് മനസ്സിലായി. ഉടനെ നിധി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു നടക്കുന്നു. പവിത്രനെ കാണുന്ന നിധി, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെങ്കിൽ CKCക്ക് വേണ്ടി നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന പ്രണവിനെ എനിക്ക് തിരിച്ചു തരണം. നിധിയെ കണ്ട പവിത്രൻ ഞെട്ടി നിൽക്കുകയാണ്. തൻ്റെ മകളെ രക്ഷപ്പെടുത്തിയത് ഒരിക്കലും നിധിയാണെന്ന് അയാൾ ഒരിക്കലും കരുതിയില്ല. പവിത്രന്റെ ഭാര്യ മായ പറയുന്നത് നിധി കേൾക്കുന്നു. നമ്മുടെ മോളെ രക്ഷപ്പെടുത്താൻ ദൈവം അയച്ച മാലാഖയാണ് ഈ മാഡം. എന്നാൽ നിധി പറയുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മൂകാംബിക ദേവിയാണ് നിങ്ങളെ എൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തിയത്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പവിത്രനോട് ഭാര്യ മായ പറയുന്നു, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? എത്രയും വേഗം ഈ മാഡത്തിൻ്റെ അനിയനെ കൊണ്ടുവന്ന് മാഡത്തിന് ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്യാം, പക്ഷേ ഇന്നത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ലെന്ന് നിധി പവിത്രനോട് ചോദിക്കുന്നു. പ്രണവിൻ്റെ അടുത്ത് ഞാനല്ലാതെ ഒരുപാട് പേരുണ്ട്. അവൻ ചാടിപ്പോകാതിരിക്കാനായി CKCയാണ് അവരെയെല്ലാം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ CKC സാറിനെ കണ്ട് പ്രണവിനെ വിട്ടയക്കണമെന്ന് പറയട്ടെ. അയാൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ മാത്രം പ്രണവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താം. നാളെ 11 മണിക്ക് ഗാന്ധി പാർക്കിൽ ഞാൻ പ്രണവിനെ കൊണ്ടുവരും. അവിടേക്ക് നിധിയോട് വരാൻ പറയുന്നു. പവിത്രനെ വിശ്വസിച്ച് നിധി പോകുന്നു. എന്നാൽ പാർവതിയമ്മയും നിർമ്മലാൻ്റിയും നിധിയെ വഴക്കു പറയുന്നു. പവിത്രൻ വാക്ക് പാലിച്ചില്ലെങ്കിലോ എന്ന് അവർ സംശയിക്കുന്നു. നിധി പറയുന്നു, അയാളുടെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായി എൻ്റെ ചോരയാണ് ഞാൻ കൊടുത്തതെങ്കിൽ അയാൾ വാക്ക് പാലിക്കും. പവിത്രൻ CKCയുടെ വീട്ടിലെത്തുന്നു. കുഞ്ഞിന് പറ്റിയ അപകടവും നിധി രക്ഷപ്പെടുത്തിയതുമൊക്കെ പറയുന്നു. അതുകൊണ്ട് പ്രണവിനെ നിധിക്ക് വിട്ടുകൊടുക്കണമെന്നും പറയുന്നു. പവിത്രന്റെ സത്യസന്ധത നടപ്പിലാക്കാൻ പവിത്രന് കഴിയുമോ? ഒരിക്കലുമില്ല. CKC പവിത്രനെ കൊന്നാലും പ്രണവിനെ വിട്ടുകൊടുക്കില്ല. നിധി പ്രണവിനെ രക്ഷിക്കാനായി ഉണ്ടാക്കിയ ആക്സിഡന്റാണെന്നാണ് CKCയുടെയും അയാളുടെ ഭാര്യ ജ്യോതിർമയിയുടെയും പുതിയ കണ്ടുപിടുത്തം. പവിത്രൻ പ്രണവിനെ നിധിക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ പവിത്രനെ CKC അടിക്കുന്നു. ശിവാനി അവിടെ ഇല്ല എന്നും അവൾ നിന്നെ കാണരുതെന്നും CKC പറയുന്നു. പവിത്രനെ ശിവാനി കാണുമായിരിക്കും. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ CKCക്ക് പ്രണവിനെ രക്ഷപ്പെടുത്തേണ്ടി വരും. പവിത്രനെ നിധിയെ കാണാൻ അനുവദിക്കില്ല. അതുപോലെ പ്രണവിനെയും. ഗൗതമാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ശിവാനിയും CKCയും പ്രണവിനെ ഇപ്പോഴും വിശ്വസിപ്പിക്കും. ഓന്തിന്റെ സ്വഭാവത്തിനുടമയായ പ്രണവ് അത് വിശ്വസിക്കും. ഗാന്ധി പാർക്കിൽ കാത്തുനിന്നിട്ടും പവിത്രനെ കാണാത്തതുകൊണ്ട് നിധി വീണ്ടും പവിത്രനെ അന്വേഷിച്ചു പോകുന്നു. പാർവതിയമ്മയ്ക്കും നിർമ്മലാൻ്റിക്കും അവരുടെ മക്കളെ വേണം. പാവം നിധി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അവർക്കറിയേണ്ട. നിധിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഇത്രയും ചെയ്തത് നിധി ഒറ്റയ്ക്കല്ലേ എന്നെങ്കിലും അവർക്ക് ചിന്തിക്കാമായിരുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.